ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ചോറും കറികളും വെച്ചിട്ട് എങ്ങനെ പോർഷൻ കൺട്രോൾ ഡയറ്റ് ചെയ്തുകൊണ്ട് വണ്ണം കുറയ്ക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഡെയിലി നമ്മൾ വീട്ടുകാർക്കൊക്കെ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പം അതെങ്ങനെ കൺട്രോൾ ചെയ്ത് നമുക്ക് കഴിക്കാം എന്നതാണ് നോക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ സാധാരണ ഏത് പ്ലേറ്റാണോ ഉച്ചയ്ക്കോ രാത്രിയോ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ പ്ലേറ്റ് എടുക്കുക. അതിനുശേഷം ഈ പ്ലേറ്റിൽ എങ്ങനെ നമ്മൾ ഫുഡ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഈ പ്ലേറ്റിനെ നേരെ പകുതിയായിട്ടൊരു ലൈന് വരയ്ക്കുക. അതിനുശേഷം അതിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ആദ്യത്തെ കാൽഭാഗം നമ്മൾ വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് കഴിക്കുന്നത്. അതായത് ചോറോ ചപ്പാത്തിയോ പാസ്തയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ. അത് കഴിഞ്ഞിട്ടുള്ള കാൽഭാഗം നമ്മൾ പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ധാന്യങ്ങൾ, ഇറച്ചി, മീൻ, മുട്ട എന്താണോ നിങ്ങൾ വീട്ടിൽ ഡെയിലി ഉണ്ടാക്കുന്നത് അത്. ബാക്കിയുള്ള പകുതി ഫൈബർ കണ്ടൻ്റാണ്. ഫൈബർ കണ്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും സാലഡ് അല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തോരൻ, പച്ചക്കറികൾ, വേവിച്ച പച്ചക്കറികൾ, സാലഡോ അങ്ങനെ ഫൈബർ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള എന്തെന്നു ആണെങ്കിലും ആ പകുതി ഭാഗം നിറയെ കഴിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ചോറും കറികളും വെച്ചിട്ട് നമുക്കൊരു ഫുൾ പോർഷൻ കൺട്രോൾ ഡയറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഇതുപോലെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം കുറച്ച് ചോറ്, ഒരുപാട് ചോറ് അല്ലാതെ വളരെ ചെറിയ ആ ഒരു ബൗളിലുള്ള ചോറ്, അതായത് അതിൻ്റെ ഒരു ഭാഗം കാർബോഹൈഡ്രേറ്റ് എന്നുള്ള രീതിയിൽ, പകുതി ഭാഗം വെജിറ്റബിൾസ്, അതായത് 2 തരം തോരൻ, അത് മതി വെജിറ്റബിൾസ് എന്നറിയാം. അതിനുശേഷം പ്രോട്ടീനായിട്ട് ഞാൻ ഇന്ന് സാമ്പാർ എന്ന് പറയുമ്പം അതിൽ ദാലുണ്ടല്ലോ, പിന്നെ നോൺ വെജായിട്ട് ഇന്നുള്ളത് കല്ലുമ്മക്കായ ഫ്രൈ ആണ്. അപ്പം അതാണ് നമ്മുടെ പ്രോട്ടീനായിട്ട് വരുന്നത്. ഇതൊരു സാധാരണ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വളരെ പ്രയോജനകരമായിരിക്കും. നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുകയില്ല, എന്നാൽ നമ്മുടെ വയറ് നന്നായിട്ട് നിറയുകയും ചെയ്യും. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ഫുഡ് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മളൊന്നും മിസ് ഔട്ട് ആവുകയില്ല. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി വളരെ എളുപ്പമാവുകയും ചെയ്യും. ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ ഫാസ്റ്റിങ്ങും സാലഡ്സിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ആദ്യം കുറച്ച് ദിവസം ഇതുപോലെ പോർഷൻ കൺട്രോൾ ചെയ്ത് ഡയറ്റ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ തന്നെ വെയിറ്റ് കുറച്ചൊന്ന് കുറയും. അതേപോലെ നമ്മൾ ഫാസ്റ്റിങ്ങും സാലഡും ഒക്കെ കഴിച്ച് നമ്മൾ വെയിറ്റ് ഒന്ന് കുറച്ചതിന് ശേഷം അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതുപോലെ പോർഷൻ കൺട്രോൾ ഡയറ്റ് ഉപയോഗപ്രദമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.